റോബി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഫ്രൈഡ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ് റെസിപ്പി ഇട്ടേക്കുന്നത്. അതിനുവേണ്ടി ചിക്കനിലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് കോരി പല പല ഘട്ടങ്ങളായിട്ടാണ് വറുത്ത് കോരിയത്. പിന്നെ ഗ്രേവിക്ക് ആവശ്യമായ സാധനങ്ങൾ 3 സവോള അരിഞ്ഞു വെച്ചത്, 1 ക്യാപ്സിക്കം, തക്കാളി തുടങ്ങിയവയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മല്ലിയില, പിന്നെ 1 സവോളയും 1 തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടെ മിക്സിക്കകത്തൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഒരു പാത്രം വെച്ചു, അത് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, വറ്റൽമുളക് തുടങ്ങിയവ ഇട്ട് പൊട്ടിച്ചെടുത്തു. അതിനുശേഷം ഈ സവോള, തക്കാളി, ക്യാപ്സിക്കം, മല്ലിയില തുടങ്ങിയവയെല്ലാം കൂടെ വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും, പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം, ചെറുതായി ഒന്ന് മൂത്ത് വരണം. ഞാൻ അക്കൂട്ടത്തിൽ കുറച്ച് ചിക്കൻ ബാക്കി വന്നതുകൂടെ വറുത്ത് കോരുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഏകദേശം ഒരു കളർ വ്യത്യാസം വന്നു. അപ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളി, സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കണം. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടാണ് മസാലയായിട്ട് ചേർത്തിരിക്കുന്നത്. ഇത് മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാം, വേണമെങ്കിൽ കുറച്ചെടുക്കാം. ഞാനിവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് എരിവ് കുറച്ചേക്കുമാണ്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഗ്യാസിൻ്റെ തീ നന്നായി കുറച്ചിട്ട് വേണം ഇളക്കാൻ. കറണ്ട് അതിൻ്റെ ഇടയ്ക്കൊന്ന് പോയതാണ്. പിന്നെ ഒന്ന് ഇളക്കി പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി എത്ര വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിത് മകൻ്റെ ബർത്ത്ഡേക്ക് എടുത്തതാണ്. ഇത് കുറച്ച് നാൾ ലേറ്റായി വീഡിയോ ഇടാൻ. മൊബൈലിലെ ഡേറ്റ ഒക്കെ തീർന്നത് കൊണ്ടാണ് ഇടാൻ പറ്റാഞ്ഞത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് തിള വരുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ അതിലിട്ട് കൊടുക്കാം. ചിക്കൻ പീസ് അതിലിട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ചെറു തീയിൽ ഒരു പാത്രം അടച്ചു വെച്ച് ഒന്ന് ചാറ് കുറുകി വരത്തക്ക രീതിയിൽ ചെയ്തെടുക്കണം. നമ്മൾ എത്ര ചാറാണോ വേണ്ട അതനുസരിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയില, കറിവേപ്പില ഉണ്ടെങ്കിൽ ഒന്ന് തൂവി കൊടുക്കാം. ഇത് സാദാ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയുടെ കൂടെ ഞാൻ കുറച്ച് ബീഫ് കറിയും കൂടെ ഉണ്ടാക്കി. ഇത് കുഞ്ഞിൻ്റെ പിറന്നാളിനെടുത്തതാണ്, എൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് എടുത്തതാണ്. അപ്പം കുറച്ച് ചിക്കൻ കൂട്ടാത്തവർക്ക് വേണ്ടി ബീഫ് ഒരുക്കിയതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കൂടി എടുത്തിട്ടുണ്ട്. പക്ഷേ അത് വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും, അതുകൊണ്ടാണ് ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.